നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് UAE അബുദാബിയിലാണ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ള അതിഥി 25 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ എറണാകുളത്ത് നിന്നും ബോംബെ വഴി വിദേശവാസം ആരംഭിച്ചൊരു വ്യക്തിത്വമാണ് ശ്രീ ബാലമുരളി. അദ്ദേഹം ഇപ്പോൾ അബുദാബി വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ വളരെ ഉന്നതിയിലുള്ള ഒരു പദവി അലങ്കരിക്കുന്ന വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തന രംഗത്ത് സജീവമായ ഒരു വ്യക്തി. വളരെ സ്നേഹത്തോടു കൂടി അതിഥിയെ സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. ബാലമുരളി സാറിനെ. സർ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ ജോലിക്ക് ശേഷം ഒരു വിദേശത്ത് ജോലി ചെയ്യണം, ജോലി സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം? താങ്കളുടെ പുറം നാടുകളിലേക്കുള്ള യാത്രകളെക്കുറിച്ച് ആദ്യം തന്നെ അറിയാം. ഞാൻ 1990 തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സാവുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ജോലി കിട്ടാൻ കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. കൂടുതലും ആൾക്കാർ അപ്രൻറ്റീസ്ഷിപ്പിന് പോയി 1 വർഷം അല്ലെങ്കിൽ 3 വർഷം മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിന് പോയി. അതിന് ശേഷമാണ് അവർക്ക് ഒരു ജോലി അവിടെ കിട്ടുക. അതും ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഓപ്പർച്യൂണിറ്റീസ് കുറവായതിൻ്റെ പേരിൽ ഞാൻ ചിന്തിച്ചു, ഈ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം നമുക്ക് ലാഭിച്ച് നേരിട്ട് ജോലിക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് വന്നാലേ അത് പറ്റുള്ളൂ. പിന്നെ എപ്പോഴാണ് അബുദാബിയിലേക്കുള്ള ഒരു യാത്ര? ഞാൻ 2000 അബുദാബിയിൽ വരുന്നത്. ഞാൻ ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അബുദാബിയിലുള്ള ഒരു സുഹൃത്ത് എനിക്ക് ഗുജറാത്തിൽ വെച്ച് അദ്ദേഹത്തെ കാണാനായിട്ട് ഇടവന്നു. ആ സമയത്ത് ഗുജറാത്തിൽ ഒരു കമ്പനിയുടെ ടെക്നിക്കൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് അദ്ദേഹം വരികയും അതിലൂടെ ഞങ്ങൾ പരിചയപ്പെടുകയും അദ്ദേഹം വഴിയാണ് ഞാൻ അബുദാബിയിലെത്തുന്നത്. എങ്ങനെയാണ് ഇന്ത്യയിലെ തൊഴിലവസരത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അന്നത്തെ സാഹചര്യങ്ങളിൽ താങ്കൾ കടന്നുപോയ മേഖലകളെക്കുറിച്ചും ഇപ്പോൾ ഒന്ന് ഓർക്കുകയാണെങ്കിൽ? ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഞാൻ അന്ന് പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. ആ കമ്പനി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരുന്നു. കാർബൈഡ് ടൂൾസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു. അതിൻ്റെ ഫാക്ടറി ഭൂമിക്കടിയിലായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ വൈകിട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബ്ലാക്ക് ആയിട്ടാണ് പുറത്തേക്ക് തിരിച്ചു വരിക. നമുക്ക് ലോകമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ. നമ്മൾ വളരെ യങ്ങാണ് ആ സമയത്ത് യങ്ങാണ്. നമുക്ക് സൊസൈറ്റിയായിട്ട് യാതൊരു ടച്ചും ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തോന്നി, എൻജിനീയറിംഗ് പഠിച്ചത് ഇത്രയും കഷ്ടപ്പാടിലേക്ക് വേണ്ടിയിട്ട് വരാനാണോ? ജീവിതം മുഴുവൻ ഹോമിക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയുകയും അദ്ദേഹം വഴി എനിക്ക് വേറൊരു കമ്പനിയിൽ ഒരു ജോലി തരപ്പെടുത്തി തരികയും ചെയ്തു. ആ ജോലിയിലൂടെ ഞാൻ ഡൽഹിയിൽ ഒരു ചെറിയ ബിസിനസ് സെറ്റപ്പ് ചെയ്തു. പക്ഷേ ബിസിനസ് സെറ്റപ്പ് ചെയ്തെങ്കിൽ കൂടിയും അത് എൻ്റെ ലൈനിലുള്ള ബിസിനസ് ആയിരുന്നില്ല. അപ്പോൾ വീണ്ടും നമുക്കൊരു ഇതേപോലെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു, എൻജിനീയറിംഗ് പഠിച്ചിട്ട് ഞാൻ വേറെ ബിസിനസ്സാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ നാട്ടിൽ ഫെഡോ, ഫാക്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടി. എന്നെ ആദ്യം അവർ പോസ്റ്റ് ചെയ്ത് മഹാരാഷ്ട്രയുടെ ബോർഡറിലാണ്, തഡാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളരെ ചൂടും വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു റിമോട്ടായിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു ഓയിൽ ഡിപ്പോയുടെ വർക്കായിരുന്നു അത്. പ്യുവർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക് തന്നെ. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ ശരീരം കംപ്ലീറ്റ് നമ്മൾ ഓൾമോസ്റ്റ് തീർന്ന പോലെ ആയിപ്പോയി. കാരണം അത്രയും കഷ്ടപ്പാടായിരുന്നു അവിടെ ആ കാലത്ത്. അവിടുന്ന് ആ പ്രൊജക്റ്റിന് ശേഷം ഞാൻ കൊച്ചിൻ റിഫൈനറീസിൽ
ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വന്നു, അഡീഷണൽ ക്രൂഡ് ടാങ്കേജ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അന്ന് ആ കാലത്ത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്രൂഡ് ഓയിൽ ഡിപ്പോ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം കേരളത്തിൽ ജോലി ചെയ്യുന്നത്. അതെൻ്റെ ജീവിതത്തിലൊരു വലിയ ഒരു അനുഭവമായിരുന്നു. കാരണം ഞാൻ അവിടെ കഷ്ടി ഒരു 1.5 കൊല്ലം ജോലി ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഓടിപ്പോവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ കാലത്ത്. ജോലിയിലെ വിശേഷങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ജോലി എങ്ങനെ ആസ്വദിക്കുന്നു, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്തായിരിക്കും? എൻ്റെ ഈ ഓർഗനൈസേഷൻ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ അബുദാബി വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അതോറിറ്റി തുടങ്ങിയ ഒരു സമയമായിരുന്നു. അതിനു മുമ്പ് WED എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു, വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഈ WEDനെ ഡിസിൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് അഡ്വിയ എന്ന് പറഞ്ഞത് ഫോം ചെയ്തത്. അപ്പം കമ്പനീസിനെ എല്ലാം പ്രൈവറ്റൈസ് ചെയ്യണം, അഡ്വിയക്ക് അഡ്വിയതായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാക്കണം. അപ്പം നമ്മൾ വന്നത് ഈ സിസ്റ്റം ഇവിടെ ബിൽഡ് ചെയ്യാനായിട്ടാണ് വന്നത്. ഞാൻ ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കംഫർട്ടബിളായിട്ട് വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഞാൻ വർക്ക് ചെയ്തത്. എനിക്ക് മാക്സിമം 1 വർഷം ഇവിടെ വന്ന് ചിലവാക്കി തിരിച്ചു പോകാമെന്നുള്ള ഐഡിയയിലാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് കുറച്ച് ലോൺ ഉണ്ടായിരുന്നു അത് തീർക്കാനായിട്ട്. ആ 1 വർഷം നീണ്ട് ഇപ്പോൾ 16 വർഷമായി. ഇപ്പോഴത്തെ ജോലി എങ്ങനെ ആസ്വദിക്കുന്നു? ജോലിയിൽ ഒരുപാട് സഹപ്രവർത്തകർ താങ്കളോട് ഒപ്പമുണ്ട്, അതിൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് പറയും. നമ്മുടെ ജോലിയിൽ പല കൾച്ചറിലുള്ള ആൾക്കാരുണ്ട്. ഇന്ത്യക്കാർ പൊതുവെ കുറവാണ്. നാഷണൽസ് UAE നാഷണൽസാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ മറ്റ് അറബ് രാജ്യക്കാർ, യൂറോപ്യൻസ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിലുള്ളത്. നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഹൈലി നോളജ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ജോലിയാണ്. കാരണം വെച്ചാൽ എല്ലാം പുരോഗമനത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നതാണ്. സ്ട്രാറ്റജി, പോളിസി, ക്വാളിറ്റി, എക്സലൻസ് എന്നൊക്കെ പറയുമ്പം കൂടുതൽ പുരോഗതിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ എൻജിനീയറിങ് നാട്ടിൽ പഠിച്ചെങ്കിലും ഞാൻ എൻ്റെ കുറേ സമ്പാദിച്ച പൈസ എന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ പേരൻസ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ തരുന്നു, അവർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് വെച്ച് പല ആൾക്കാരും ജീവിതം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. താങ്കളുടെ എക്സ്പീരിയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ പഠനവും അതുപോലെ തന്നെ ഒരു ജോലിക്കൊപ്പം താങ്കൾ എടുത്തിട്ടുള്ള പഠനവും എല്ലാം കൂടി ഒന്ന് വിശദമായി പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനിവിടെ വന്ന് ആദ്യം സിസ്റ്റം സെറ്റപ്പ് ചെയ്തു. അന്ന് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമായിരുന്നു നമ്മൾ ആദ്യം ഇവിടെ സെറ്റപ്പ് ചെയ്തത്. കാരണം പോളിസി, സ്ട്രാറ്റജി ഇതെല്ലാം ഈ ക്വാളിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ISO 9000 ലീഡ് ഓഡിറ്റ് കോഴ്സിന് പോയി, അത് പാസ്സായി. പിന്നെ നമ്മൾ HSC സിസ്റ്റം കൊണ്ടുവന്നു പറഞ്ഞു, ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. ആ ക്വാളിഫിക്കേഷന് പോയി. ISO 14000 OSHA's 18000 ക്വാളിഫിക്കേഷന് പോയി, അതിൻ്റെ ലീഡ് ഓഡിറ്റ് കോഴ്സ് പാസ്സായി. ആ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പുതിയ സ്ട്രാറ്റജി കൊണ്ടുവന്നു. അപ്പോൾ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം. സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ 2 പ്രമുഖരായ വ്യക്തികളുണ്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള, ഡോക്ടർ കപ്ലാൻ ആൻഡ് ഡോക്ടർ നോട്ടൺ. അപ്പം അവരുടേതായിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടാക്കി അതിലൂടെ നമ്മളെ സ്ട്രാറ്റജിക്ക് വേണ്ടി നമ്മളെ ക്വാളിഫൈ ചെയ്തു. ബാലൻസ് സ്കോർ കാർഡ് വന്ന ഒരു സിസ്റ്റത്തിലേക്ക് വേണ്ടി നമ്മളെ ക്വാളിഫൈ ചെയ്തു. പിന്നീട് നമ്മൾ കോർപ്പറേറ്റ് ക്വാളിറ്റിയുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമുക്കായപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷന് പോയി യൂണിവേഴ്സിറ്റി ഓഫ് വോളോങ്ങോങ് ദുബായിൽ, മാസ്റ്റേഴ്സ് ഇൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. പിന്നെ ഞാൻ ഷെയ്ഖ് ഖലീഫ എക്സലൻസ് ആയിട്ട് ബന്ധപ്പെട്ടു. ഷെയ്ഖ് ഖലീഫ എക്സലൻസിൻ്റെ അംബ്രല്ലയിൽ നിന്നുകൊണ്ട് നമ്മൾ പല കമ്പനീസിനെയും അസസ് ചെയ്തു. അത് അബുദാബിയുടെ പ്രസിഡൻഷ്യൽ അവാർഡാണ്. അപ്പോൾ ആ സമയത്ത് മലയാളികളായിട്ടും ഇന്ത്യക്കാരനായിട്ടൊക്കെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് 2005-2006 ഞാനന്ന് ചേരുന്നത്.
പ്രധാനമായും ഓർത്തിരിക്കുന്ന മുഹൂർത്തങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം? പ്രധാനമായിട്ട് നമുക്ക് കമ്പനീസിനെ അസസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ISO വേണം. അപ്പോൾ ISO 9000, ISO 14000, OSHAS 18000 സർട്ടിഫിക്കേഷൻ അതൊരു അംഗീകാരം തന്നെയാണ്. ഷെയ്ഖ് ഖലീഫ എക്സലൻസ് അവാർഡ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ EFQM ക്വാളിഫിക്കേഷൻ വേണം. ആ ക്വാളിഫിക്കേഷൻ ഒരു അംഗീകാരം തന്നെയാണ്. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സാണ് ആ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. അവർ അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ്സും അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട്. അതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനും ലീഡർഷിപ്പ് സ്കിൽസിനും വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിനകത്ത് ഞാനൊരു കോമ്പിറ്റൻറ്റ് കമ്മ്യൂണിക്കേറ്ററും കോമ്പിറ്റൻറ്റ് ലീഡറുമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ എനിക്കുണ്ട്. ഇത് കൂടാണ്ട് അമേരിക്കൻ സൊസൈറ്റി ഫോർ ക്വാളിറ്റി എന്നുള്ള ഒരു വലിയൊരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയുടെ ഒരു സീനിയർ മെമ്പറാണ്. ആ സൊസൈറ്റിയുടെ ഒരു 2 വർഷം മുമ്പ് അബുദാബി ഏരിയയുടെ ചെയർ ആയിരുന്നു ഞാൻ, ചെയർ ഓഫ് ഇവൻറ്റ്സ് ആയിരുന്നു ഞാൻ. ഞാൻ പലതവണ അമേരിക്കയിൽ പോയിട്ടുണ്ട് കോൺഫറൻസുകൾക്ക്. ഒട്ടനവധി സംഘടനകളിലാണ് താങ്കളുടെ സാന്നിധ്യമുള്ളത്. വിശദമായി ഒന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യത്തെ 10 വർഷം സൊസൈറ്റിയിൽ ഉണ്ടാവാത്തൊരു വ്യക്തിയാണ്. ബിക്കോസ് ഐ വാസ് ടോട്ടലി അവേ ഫ്രം ദ സൊസൈറ്റി. സൊസൈറ്റിയായിട്ട് ബന്ധപ്പെടുന്നത് ഞാൻ UAE വന്നതിന് ശേഷമാണ്. ചെറിയ രാജ്യം, ചെറിയ സിറ്റി, നമ്മുടെ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചു വന്നതിൻ്റെ പേരിൽ എൻ്റെ കോളേജിൽ പഠിച്ചിട്ടുള്ള കുറേ അംഗങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു അലൂമിനി അസോസിയേഷൻ ഉണ്ട്. ഈ അലൂമിനി അസോസിയേഷൻ വളരെ വർഷം വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു സാധാരണ മെമ്പർ എന്നുള്ള പൊസിഷനിൽ നിന്ന് ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള പൊസിഷൻ വരെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ എൻ്റെ വൈഫ്, എൻ്റെ വീട് കാലടിയിലാണ്. അപ്പം അങ്കമാലി NRI അസോസിയേഷൻ എന്നൊരു അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷൻ കണ്ടമാനം കൾച്ചറൽ പ്രോഗ്രാംസും ചാരിറ്റി പ്രോഗ്രാംസും നടത്തുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. എൻ്റെ വൈഫ് ഓൾ ഇന്ത്യ വുമൻസ് അലൂമിനി അസോസിയേഷൻ്റെ മെമ്പറായിരുന്നു. പുള്ളിക്കാരത്തി എൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പം അവർ വഴി കുറേ ചാരിറ്റി പ്രോഗ്രാംസ് നടത്തുന്നുണ്ടായിരുന്നു. വൈഫിൻ്റെ പേര് ബിന്ദു. മക്കൾ 3 പേരാണുള്ളത്. പേരെന്താണ്? മൂത്താൾ പേര് രേവതി, രണ്ടാമത്തെ ആൾ രോഹിത്, മൂന്നാമത്തെ ആൾ രോഷ്നി. നാട്ടിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുണ്ട്. അച്ഛൻ്റെ പേര് വേലായുധൻ പിള്ള, അമ്മയുടെ പേര് തങ്കമ്മ. ഞങ്ങൾ 5 കുട്ടികളാണ്. മൂത്ത എൻ്റെ സിസ്റ്റർ ഡോക്ടറാണ്, ഹസ്ബൻഡ് ഡോക്ടറാണ്, മക്കളൊക്കെ വലുതായി എൻജിനീയറൊക്കെയാണ്. രണ്ടാമത്തെ ആളാണ് ഞാൻ. പിന്നെ എനിക്ക് താഴെ ഒരു അനിയത്തിയുണ്ട്. പുള്ളിക്കാരത്തിയുടെ കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരത്തി എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരു അനിയനുണ്ട്, കേരള മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ ക്വാളിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഇളയ ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. പുള്ളി ദുബായിൽ ഫൈനാൻഷ്യൽ ഓഫീസറായിട്ട്, ഫൈനാൻസ് മാനേജറായിട്ട്. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ ആമൃതിഗാനായി വീണ്ടും എന്നിലേതോ ഓർമ്മകളായി നിലാവിൻ മുത്തേ നീ വന്നു. സാ 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 നി സരി സപ്പ മമ ദ ദ ദ സരി പപ്പ സാ 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 രി സരി സപ്പ മമ ദ ദ ദ സരി പപ്പ ഗമ ദ നി സാ രി രി സാ അഴകേ അഴകേ ഏതും അഴകേ അമ്പിൻ വെളിയിൽ എല്ലാം അഴകേ മലർ മട്ടുമഴക്. ഞാനിപ്പോൾ അറ്റ് പ്രസൻറ്റ് 2 ഓർഗനൈസേഷനിലുണ്ട്. ഒന്ന് അങ്കമാലി NRI അസോസിയേഷനാണ്. പിന്നെ അടുത്തത് ഓൾ കേരള വിമൻസ് കോളേജ് അലുമിനി നമുക്ക്
ലേഡീസ് മാത്രമായിട്ട് നടന്നൊരു ഗ്രൂപ്പുണ്ട്. മെയിൻലി ചാരിറ്റി വർക്ക്സാണ് ഞങ്ങൾ ചെയ്യുന്നത്. നല്ലൊരു ഓസ്പീഷ്യസ് ഒക്കേഷനിലാണ്, കാരണം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണിന്ന്. രോഹിത് നന്നായിട്ട് ഇലക്ട്രോണിക് ഡ്രം വായിക്കും. എങ്ങനെയാണ് ഈ വാട്ടറും കുടിവെള്ളവും അതോടൊപ്പം തന്നെ വൈദ്യുതിയും എല്ലാ എമിറേറ്റുകളും എത്തിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പാദനവും എങ്ങനെ? ഇവിടെ കറണ്ട് ഉണ്ടാക്കുന്നത് 2-3 ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും അതിനകത്ത് പ്രധാനപ്പെട്ട ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ഗ്യാസ് ടർബൈൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഗ്യാസ് ടർബൈൻ ഗ്യാസ് അഡ്നോക്കിൻ്റെ ഗ്യാസ് കിട്ടുന്നുണ്ട്. ഇത് കൂടാണ്ട് ഖത്തറിൽ നിന്ന് ഡോൾഫിൻ എനർജി വഴി നമ്മൾ ഗ്യാസ് കൊണ്ടുവന്നിട്ട് ഈ ടർബൈൻ കറക്കും. ടർബൈൻ കറക്കുമ്പോൾ അത് ജനറേറ്ററായിട്ട് ഘടിപ്പിച്ചിട്ട് ജനറേറ്റർ വഴി നമുക്ക് പവർ കിട്ടും. വളരെ സന്തോഷം. ഇത്രയും സമയം ഞങ്ങളുമായി ചിലവഴിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.